മക്കളെ, ഇന്ന് നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത നമ്മുടെ ഹാത്തിയുടെ ഒരു പാഠം എടുത്തിട്ടുണ്ടായിരുന്നു. ഹാത്തിയോം കി ഗുസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഫസ്റ്റ് പാർട്ട് എടുത്തതാണ്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. നോക്കാം. इस बार वहां पहुंचते ही हमें नदी की दोनों तरफ गाड़ियां गिड़ी दिखी. इस बार ഇത്തവണ വഹാ പഹുഞ്ചത്തെ ഹി അവിടെ എത്തിയപ്പോൾ തന്നെ ഹമേ നദിക്ക് ദോനോ തരഫ് നദിയുടെ രണ്ട് വശങ്ങളിലും ഗാഡിയാ ഗഡിദിക്കി വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അതായത് ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ റോഡിന്റെ നദിയുടെ രണ്ട് സൈഡിലുമായിട്ട് വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. ഹം ബി ഗഡേ ഹോഗെ ഞങ്ങളും അവിടെ നിന്നു. അന്ധേര ഹോനയിലെ കഥ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇസ്ലിയെ കുച്ച് ലോഗോനെ അപ്പനി ഗാഡിയോ കി ഹെഡ്ലൈറ്റ് ജലാ ലി ദി ഇതുകൊണ്ട് തന്നെ കുച്ച് ലോഗോനെ കുറച്ച് ആളുകൾ അപ്പനി ഗാഡിയോ കി ഹെഡ്ലൈറ്റ് സ്വന്തം വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. മേരി നസർ സാമനെ ഏക് ബഡേ ഹാത്തി പർ പടി മേരി നസർ എന്റെ ദൃഷ്ടി സാമനെ ഏക്ക് ബഡേ ഹാത്തി പർ പടി അടുത്തു തന്നെ നിൽക്കുന്ന വലിയൊരു ആനയിൽ പതിച്ചു. അതായത് ഞാൻ നോക്കിയത് എങ്ങോട്ടായിരുന്നു? അടുത്തു തന്നെ നിൽക്കുന്ന വലിയൊരു ആനയാണ് ഞാൻ നോക്കി കണ്ടത് എന്നാണ് പറഞ്ഞത്. മേനെ ഇത്തനാ ബഡാ ഹാത്തി പഹലെ കബി നഹീ ദേഖാ താ ഞാൻ ഇത്രയും വലിയ ആനയെ നേരത്തെ അതായത് മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കാണാൻ ഇത്രയും വലിയ ആനയെ ഞാൻ മുമ്പ് ഇത്രയും വലിയ ആനയെ അടുത്ത് വെച്ച് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. उसके 60-70 मीटर पीछे लगभग 20 छोटे बड़े हाथियों का एक झुंड गोल बंद कर खड़ा था. उसके 60-70 मीटर അതിന്റെ 60-70 മീറ്റർ 60-70 മീറ്റർ പിന്നിലായിട്ട് ലഗ്ബഗ് ഏകദേശം 20 ചോട്ടെ ബഡേ ഹാത്തിയാം ചെറുതും വലുതുമായിട്ടുള്ള ആനകൾ ഏക് ജുണ്ട് ഒരു കൂട്ടം ഗോൾ ബാന്ദ് കർ ഖടാ താ ഒരു കൂട്ടം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന്. ഒന്നുകൂടെ പറയാം. ഉസ്കെ 60-70 മീറ്റർ പീച്ചെ ആ ആനയുടെ വലിയൊരു ആനയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. ആ വലിയ ആനയുടെ പിന്നിലായിട്ട് ഏകദേശം ഒരു 60-70 മീറ്റർ പിന്നിലായിട്ടാണ് പറഞ്ഞത്. 20 അതുപോലെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള ആനകളുടെ ഒരു കൂട്ടം അവിടെ അങ്ങനെ കൂട്ടം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഗോൾ ബാന്ദ് കർ ഖടാ താ വട്ടം ചേർന്ന് നിൽക്കുക, വട്ടം പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയില്ലേ. ഗോൾ ബാന്ദ് കർ ലഗാനാണ് വട്ടം പിടിച്ചു നിൽക്കുക. ആനകളുടെ ഒരു കൂട്ടം 20 വലുതും ചെറുതുമായ ആനകളുടെ കൂട്ടം വട്ടം പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. हाथियों ने वह झुंड अपने बच्चों को बीच में रखने के लिए बनाया था. ആനകൾ അങ്ങനെ ഒരു കൂട്ടം ഒരു വലിയ വൃത്തത്തിൽ വട്ടം ചേർന്ന ഒരു കൂട്ടം അവരുണ്ടാക്കിയത് അപ്പനെ ബച്ചോങ്കോ അവരുടെ സ്വന്തം കുട്ടികളെ ബീച്ച് മേ രഖ്നെ കെ ലിയെ ബനായാത അവരുടെ സ്വന്തം കുട്ടികളെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നടുക്കാക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? അങ്ങനെ ഒരു വലയം ചെയ്ത് വട്ടത്തിൽ അവര് കൂട്ടം ചേർന്ന് നിന്നത്. അപ്പോൾ ആ വട്ടത്തിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിലാണ് അവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ അവർ നിർത്തുന്നത്. കുഞ്ഞാനകളെ നിർത്തുന്നത് വട്ടത്തിന്റെ ഉള്ളിൽ. ബാക്കി ഇങ്ങനെ വലിയ ആനകളാണ് പുറം ഭാഗങ്ങളിൽ നിൽക്കുക എന്നാണ് പറഞ്ഞത്. ബच्चे बीच में थे और बड़े हाथियों ने उन्हें चारों तरफ से घेर रखा था. ബച്ചെ ബീച്ച് മേന്തേ കുട്ടികൾ എവിടെയാ ഉണ്ടാവുക? നടുവില്. കുട്ടികൾ നടുവിലാണ്. ബീച്ച് മേ നടുക്ക് ഉള്ളിലായിട്ട്. ബച്ചെ ബീച്ച് മേന്തേ കുട്ടികൾ നടുക്കിലാണ്. ആർ ബഡേ ഹാത്തിയോം നെ ഉനെ ചാരോം തരം വലിയ ആനകൾ അവര് ചാരോം തരം 4 ഭാഗങ്ങളിലുമായിട്ട് ഗേർ രഖാത വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞാനകളെ ഈ വലിയ ആനകള് വലയം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഉള്ളിലാണ് കുഞ്ഞാനകൾ ഉള്ളത് എന്നാണ് പറഞ്ഞത്. ലേക്കിൻ ബച്ചേ തോ ബച്ചേ ടെഹരെ പക്ഷേ കുഞ്ഞുങ്ങൾ എന്നും കുഞ്ഞുങ്ങൾ തന്നെ. ഹർ ദൂസരേ മിനിറ്റ് പർ കോയി ന കോയി ബച്ചാ ഗേരാ തോഡ്കർ ബാഹർ നികൽ ജാത്താ താ ഒരു 1-2 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു കുട്ടി അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ഓരോ കുട്ടികൾ എന്ത് ചെയ്യും? ഗേരാ തോഡ്കർ വലയം പൊട്ടിച്ചും കണ്ട് അതായത് അവര് വലയം ഒരു
വട്ടത്തിൽ ഉണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ വലയം പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരും കുട്ടികൾ അങ്ങനെയാണല്ലേ, ഒരു സ്ഥലത്ത് തന്നെ അവർ ഉറച്ചു നിൽക്കൂല, കുറച്ച് സമയം അവരൊരു സ്ഥലത്ത് നിൽക്കുള്ളൂ. കുട്ടികൾ എപ്പോഴും ഒരേ സ്ഥലങ്ങളിൽ തന്നെ നിൽക്കൂല, അവർക്ക് എപ്പോഴും കളിക്കണം എന്നുള്ള ചിന്തയാണ് ഉണ്ടാവുക അല്ലെ. കുട്ടികളായാലും മനുഷ്യ കുട്ടികളായാലും മൃഗങ്ങളെ കുട്ടികളായാലും ഒക്കെ അങ്ങനെ തന്നെ. കുട്ടികളുടെ സ്വഭാവം എന്താണ്, കുറേ സമയം ഒരു സ്ഥലത്ത് നിൽക്കൂല, അവര് അവിടുന്ന് ചാടി പോരും കളിക്കാൻ വേണ്ടിയിട്ട്, കളിക്കണം എന്നുള്ളൊരു ചിന്തയാണ്, അതിനുള്ളൊരു താല്പര്യമാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ ഈ ആനക്കുട്ടികൾ എന്ത് ചെയ്തു, അവരുണ്ടാക്കിയ വലയൊക്കെ ഭേദിച്ചങ്ങാണ്ട് പുറത്തേക്ക് വരും. ബച്ച ഗേരാ തോടുക്കർ ബാഹർ നികൽ ചാത്താത, വലയം ഭേദിച്ച് പുറത്തേക്ക് വരുമായിരുന്നു. ബഡേ ഹാത്തി ഉസേ പക്കടുക്കർ ഗേരേ മേ ലേ ആത്തേ, ബഡേ ഹാത്തി വലിയ ആന എന്ത് ചെയ്യും, ഉസേ പക്കടുക്കർ അതിനെയൊക്കെ പിടിച്ചിട്ട് ഗേരേ മേ ലേ ആത്തേ, വലയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. വലയത്തിന്റെ ഉള്ളിലാക്കിയിട്ടില്ലെങ്കിൽ ആനക്കുട്ടികൾക്ക് ആപത്താണല്ലേ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവരെ വീണ്ടും വലയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുചെന്നാക്കുന്നത്. സബ് ബഡാ മസേദാർ എല്ലാം വളരെ രസകരമായിരുന്നു. മസേദാർ പറഞ്ഞ രസകരം, ഈ ആനകളുടെ ഈ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു കണ്ടു നിൽക്കാൻ എന്നാണ് പറയുന്നത്. ലേക്കിൻ സബ്സേ ജ്യാദാ ഗൗർ തലബ് ദ സർദാർ എന്ന് പറയുന്നവരുടെ ബഡേ ഹാത്തിനെയാണ്, അതിലുള്ള കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ആന ഉണ്ടല്ലോ അതിനെയാണ് സർദാർ എന്ന് പറയുന്നത്. ലേക്കിൻ സബ്സേ ജ്യാദാ ഗൗർ തലബ് എന്ന് പറഞ്ഞാല് ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യം, നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയില്ലേ. ലേക്കിൻ സബ്സേ ജ്യാദാ ഗൗർ തലബ് ദ സർദാർ കാ കുൻബെ കി അഗുവായി കാ ടെങ്ക്. അഗുവായി എന്ന് പറഞ്ഞാൽ നേതൃത്വ രീതി. അതായത് ആ കൂട്ടത്തിലുള്ള വലിയ ആന ഉണ്ട്, ആ വലിയ ആനയുടെ നേതൃത്വ രീതിയാണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത്. അത്രമാത്രം ശ്രദ്ധയോടെയാണ് ആ വലിയ ആന എന്ത് ചെയ്യുന്നത്, അതിന്റെ കുടുംബത്തിനെ നോക്കി അവർക്ക് ആപത്തൊന്നുമില്ലാതെ അവരെ ആ വഴിയിലൂടെ കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത്. हाथियों का झुंड जहां का तहां गड़ा रहा और सरदार सधे कदमों से तीनों तरफ देखता हुआ धीरे धीरे सड़क तक आया. ഹാത്തിയോं का झुंड ആനകളുടെ കൂട്ടം, झुंड എന്ന് പറഞ്ഞ കൂട്ടം, ആനകളുടെ കൂട്ടം ജഹാं का तहां गड़ा रहा, എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിന്നു. അങ്ങനെ അവര് നടന്നിങ്ങനെ വരുന്ന സമയത്ത് അവരൊരു സ്ഥലത്തെത്തി. എവിടെയാണോ അവരെത്തിയത് അവിടെ തന്നെ ആനകളുടെ കൂട്ടം അവിടെ നിന്നു. और सरदार सदे कदमों से तीनों तरफ देखता. അപ്പൊ അതിലുണ്ടായിരുന്ന വലിയ ആന, സർദാർ ഉണ്ടല്ലോ വലിയ ആന എന്ത് ചെയ്തു, സദേ കദമോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചുവട് വെക്കുക. സദേ കദമോ ശ്രദ്ധയോടെ ചുവട് വെച്ചിട്ട് തീനോം തരഫ് ദേക്കത്ത, മൂന്ന് വശവും നോക്കി, തീനോം തരഫ് മൂന്ന് വശവും നോക്കി, ധീരെ ധീരെ സടക്ക് തക്ക് ആയ, പതുക്കെ റോഡ് വരെ എത്തി. വളരെയധികം ശ്രദ്ധയോടെ, അവിടെ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് എന്താണ് പറയാ, അവർക്ക് ഭീഷണിയായിട്ട്, അവരെ ശല്യം ചെയ്യാനായിട്ട്, അവരെ ആക്രമിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് ആര് വരുന്നത്, വലിയ സർദാർ അല്ലേ, ആ വലിയ ആന വരുന്നത്. മറ്റുള്ള ആനക്കൂട്ടത്തിനെ അവിടെ നിർത്തിയിട്ട് മുന്നിൽ നടന്നു നോക്കുകയാണ് ആര്, നമ്മുടെ വലിയ ആന. എന്നിട്ട് എന്ത് ചെയ്തു, തീനോ തരഫ് ദക്താ ഹുവ ധീരെ ധീരെ സടക് തക്കായ, അങ്ങനെ മൂന്ന് ഭാഗം വളരെയധികം ശ്രദ്ധയോടെ നോക്കി പതുക്കെ എവിടെ എത്തി, സടക്ക് തക്കായ റോഡ് വരെ എത്തി. सड़क पर पहुंचकर उसने चौदी तरफ यानी पीछे मुड़कर भी देखा. അങ്ങനെ സടക്ക് പർ പഹുഞ്ചിക്കർ റോട്ടിലെത്തിയിട്ട്, ഉസ്നെ അവൻ ആന, ചൗദി തരഫ് മൂന്ന് വശം നോക്കിക്കൊണ്ടാണ് വന്നത് അല്ലെ. ഇനി റോട്ടിലെത്തിയതിനു ശേഷം നാലാമത്തെ വശത്തേക്ക്, അതായത് പീച്ചേ മുടുക്കർ ബീതേക്ക, പിന്നോട്ടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. പീച്ചേ മുടുക്കർ ദേക്കന പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കാം. വഹ് ശായദ് പൂരി തസല്ലി കർ ലേന ചാത്താ താ കി ഉൻകെ കുൻബെ പർ കോയി ഖത്തര നഹീ ഹൈ. വഹ് ശായദ് പൂരി തസല്ലി, അവൻ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ആശ്വസിക്കുകയായിരിക്കാം. തസല്ലി പറഞ്ഞാൽ ആശ്വസിക്കുക, പൂർണ്ണമായിട്ടും ആശ്വസിക്കുക. എന്താണ് ആശ്വസിക്കുന്നത്,
तरफ यानी पीछे मुड़कर देखा, शायद पूरी तसल्ली कर लेना चाहता था कि उनके कुनबे पर कोई ഖത്रा नहीं है. അവന്റെ കുടുംബത്തിന് യാതൊരു ആപത്തും ഇല്ല എന്ന് പൂർണ്ണമായിട്ടും ആശ്വസിക്കാനായിരിക്കാം 3 വശവും നോക്കി പിന്നെ പിന്നോട്ടേക്ക് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയത്. 4 വശവും ഒരു നന്നായിട്ട് ശ്രദ്ധയോടെ നോക്കിയത് എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്? തൻ്റെ കുടുംബത്തിന് യാതൊരു ഭീഷണിയുമില്ല, യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ആപത്തും ഇല്ല എന്ന് ആശ്വസിക്കാനായിരുന്നു എന്നാണ് പറഞ്ഞത്. സർദാർ ഹാത്തി ബീച്ച് സടക്ക് പർ 2-3 മിനിറ്റ് ഗഡാ രഹ. അങ്ങനെ ആ വലിയ ആന റോഡിന് നടുവിലായിട്ട് 2-3 മിനിറ്റ് ഗഡാ രഹ, ഒരു 2-3 മിനിറ്റ് അവിടെ നിന്നു. ഫിർ ചാരോം തരഫ് ഏക് ഗോൾ ചക്കർ ലഗായ. പിന്നെ 4 വശവും എന്താ പറയാ, 4 വശവും തിരിഞ്ഞു നോക്കുക. വട്ടത്തിൽ എല്ലാവരും എല്ലാ സ്ഥലവും ഒന്ന് എന്താ പറയാ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കി. चक्कर लगाया. इसके बाद सड़क पार कर गंगा नदी की तरफ वाले जंगल की ओर चला. പിന്നീട് എന്ത് ചെയ്തു? ഗോൾ ചക്കർ ലഗായ എന്ന് പറഞ്ഞാൽ വളരെയധികം ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടും കൂടി മുന്നേറുക എന്നുള്ള അർത്ഥവും കൂടെ വരുന്നുണ്ട് കേട്ടോ. വളരെയധികം ധൈര്യത്തോടെ, അതായത് മറ്റുള്ള ആനകളൊക്കെ അവിടെയാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ആന എന്ത് വന്നാലും നേരിടാനുള്ള ധൈര്യത്തോടു കൂടി പോവുക. എന്ത് തന്നെ വന്നാൽ ഫസ്റ്റ് തന്നെ ആപത്ത് വരുന്നത് ഫസ്റ്റ് മുന്നിൽ പോകുന്ന ആൾക്കാർക്കില്ലേ, അപ്പൊ ആപത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മുന്നിൽ നടന്നു നോക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി ധൈര്യശാലിയായിട്ട് പോകണം, ധൈര്യം വേണം. ആ ധൈര്യത്തോടു കൂടി, വളരെയധികം ധൈര്യത്തോടു കൂടി എന്തും നേരിടാനുള്ള ഒരു ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വലിയ ആന. ഉസ്കെ ബാദ് സടക്ക് പാർ കർ ഗംഗാ നദിക്ക് തരഫ് വാലെ ജംഗൽ കി ഓർ ചല. ഇസ്കെ ബാദ് അതിനുശേഷം സടക്ക് പാർ കർ റോഡ് കടന്നിട്ട് ഗംഗാ നദിക്ക് തരഫ് വാലെ ജംഗൽ കി ഓർ ചല, ഗംഗാ നദിക്ക് നേരെയുള്ള ജംഗൽ കി ഓർ ചല, കാട്ടിന് നേരെയാണ് ഈ ആന നടന്നത്. റോഡ് മുറിച്ച് കടന്നിട്ട് എവിടേക്കാ പോയത്? കാട്ടിലേക്ക്, ഗംഗാ നദിയുടെ നേരെ ഉള്ളൊരു കാട്ടിലേക്കാണ് പോയത്. കരീബ് 50 മീറ്റർ ആകെ ജാക്കർ വഹ് രുക് ഗയ. ഏകദേശം ഒരു 50 മീറ്റർ മുന്നോട്ടേക്ക് പോയതിനു ശേഷം ആന അവിടെ നിന്നു. ഉസ്നെ ഫിർസെ മുടുക്കർ ദേക്ക. എന്നിട്ട് വീണ്ടും അത് തിരിഞ്ഞു നോക്കി. ചാരോം തരഫ് ദേക്ക് പൂരി തസല്ലിക്ക്. 4 ഭാഗവും നോക്കി വീണ്ടും പൂർണ്ണമായിട്ട് ആശ്വസിച്ചു, ആപത്തൊന്നുമില്ല എന്ന് ആശ്വസിച്ചു. ഫിർ വാപ്പസ് മുടുക്കർ അപ്പനെ കുൻബേക്കി തരഫ് ചല. പിന്നീട് തിരിച്ച് എങ്ങോട്ടേക്ക് വന്നു? കുടുംബത്തിന്റെ, ആനയുടെ കുനുമ്പ പറഞ്ഞ പരിവാർ, കുടുംബത്തിന്റെ അടുത്തേക്ക് തന്നെ വന്നു. बीच सड़क पर ठहर कर उसने फिर चारों तरफ देखा और अपने कुनबे के पास आया. ഇടയ്ക്ക് വീണ്ടും റോഡിൽ നിന്നിട്ട് 4 വശവും നോക്കി. പിന്നീടും എവിടേക്ക് എത്തി? നമ്മുടെ ആനയുടെ കുടുംബത്തിന്റെ അടുത്തേക്ക് എത്തി. കുനുബ ധീരജ് സെ അപ്പനെ സർദാർ കാ ഇന്തസാർ കർത്താർ ഘടാത. ഈ ആനകളുടെ കുടുംബം ധീരജ് സെ ധൈര്യത്തോടെ, അപ്പനെ സർദാർ കാ ഇന്തസാർ കർത്താരഹാദ, അവരുടെ ആ വലിയ ആനയെ, സർദാറിനെ അവര് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. വളരെയധികം ധൈര്യത്തോടെ കൂടി തന്നെ അവര് വലിയ ആനയെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. സർദാറിനെ ഉൻസെ ക്യാ കഹാ യഹ് തോ ഹം നഹീ ജാൻതെ. സർദാർ അവരോട് എന്താണ് പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ലേക്കിൻ ഹംനെ ദേക്കാ കി സർദാർ ഹാത്തി ആകെ ആകെ और उसका കുനുബ പീച്ചെ പീച്ചെ ഗംഗാ കി തരഫ് ബഡ. പക്ഷെ ഞങ്ങൾ കണ്ടത് എന്താണ്? സർദാർ ആന മുന്നിലും മറ്റ് ആനകൾ, ആനക്കൂട്ടം, അതായത് ആനയുടെ കുടുംബം പീച്ചെ പീച്ചെ പിന്നിലുമായിട്ട് ഗംഗാ കി തരഫ് ഗഡ, ഗംഗാ നദിക്ക് നേരെയാണ് അവർ നടന്നത്. സടക്ക് പർ സർദാർ ഹാത്തി ഏക് ബാർ ഫിർ ഖടാ ഹുവ. റോട്ടിൽ ഈ സർദാർ ഹാത്തി ഒരിക്കൽ കൂടി നിന്നു. ചാരോം തരഫ് ദേക്ക, 4 ഭാഗവും നോക്കി. അവർ ഗംഗാ കി തരഫ് കദം ബഡാ ദിയെ, ഗംഗാ നദിക്ക് നേരെ നടന്നു. പീച്ചെ പീച്ചെ ഉസ്കാ പൂരാ കുനുബ പാനി പീനെ കെ ലിയെ ജംഗൽ മേ ചലാ ഗയ. പീച്ചെ പീച്ചെ പിന്നിലായിട്ട്, ഉസ്കാ പൂരാ കുനുബ ആ ആനയുടെ കുടുംബം, പാനി പീനെ കെ ലിയെ വെള്ളം കുടിക്കാൻ വേണ്ടി ജംഗൽ മേ ചലാ ഗയ കാട്ടിലേക്ക് പോയി. മേനെ ഇസ്സെ പഹലെ ഇത്തനി संजीदगी और धीरज के साथ अपना फर्ज निभाने किसी को नहीं देखा था. मैंने इससे पहले, ഞാൻ ഇതിനു മുമ്പ്
സഞ്ജീദഗി പറഞ്ഞാൽ സീരിയസ്നെസ് ആയിട്ട് വളരെയധികം സീരിയസോട് കൂടിയിട്ട് मैंने इससे पहले इतनी संजीदगी और ധീരജ് കെ സാത്ത് വളരെയധികം ധൈര്യത്തോടെ അപ്പന ഫർജ് സ്വന്തം എന്താ ഫർജ് പറഞ്ഞാല് ഉത്തരവാദിത്വം അപ്പന ഫർജ് നിബാന പറഞ്ഞ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കിസിക്കോ നഹീന്താക്കാതെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ശ്രദ്ധയോടെ ഇത്രയും ധൈര്യത്തോടെ സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആരെയും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കിസി ഇൻസാൻ കോബിനെയും ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യത്തോടെയും ശ്രദ്ധയോടെയും എന്ത് ചെയ്യാൻ സാധിക്കുക, ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് പോലും ഇത്രയും ഒരു എന്താ പറയാ ഇത്രയും ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് ഫർജ് നിബാന ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ ലേഖകൻ പറഞ്ഞത്. മനസ്സിലായോ? അത്രയും ശ്രദ്ധയോടെയാണ് ഈ വലിയ ആന എന്ത് ചെയ്തിരിക്കുന്നത്, അതിന്റെ കുടുംബത്തിനെ ആപത്തൊന്നുമില്ലാതെ ആ റോഡ് മുറിച്ച് കടന്നിട്ട് അവര് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അത്രയാണ് നമുക്ക് ഈ ചാപ്റ്റർ ഉള്ളത്. വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു പാഠമാണ് നമ്മളിപ്പോ പഠിച്ചത്. ഈ ആനകളുടെ, അതായത് രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞത് ആനകള് നടന്നു പോകുന്നു, അവർക്ക് റോഡ് മുറിച്ച് കിടക്കണം. കുട്ടി ആനകളാണെങ്കിൽ എന്ത് ചെയ്യാണ്, അവരുടെ വലയം നിങ്ങൾ കണ്ടല്ലോ, വലയോതാ ഒരു വലിയ വലയം പോലെ വട്ടത്തിലാണ് അവർ നിൽക്കണേ അല്ലെ. വലിയ ആനകളൊക്കെ വട്ടത്തിൽ, കുഞ്ഞാനകൾ അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട ഒരു കുഞ്ഞാന പുറത്തേക്ക് വരണം. അങ്ങനെ ഈ കുഞ്ഞാനകളൊക്കെ ഉള്ളിലാക്കിയിട്ടാണ് അവർ നടന്നു പോകുന്നത്. എങ്കിലും ഈ കുട്ടി ആനകൾക്ക് എപ്പോഴും കളിക്കാനുള്ള, ആനകൾ എന്നല്ല എന്ത് തന്നെയായാലും കുട്ടികളാണെങ്കിൽ അവർക്ക് കളിക്കാനുള്ള താല്പര്യമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കുറേ സമയം ഒരു സ്ഥലത്ത് നിൽക്കൂല. അവിടെ നിന്ന് കുറച്ച് സമയമായാൽ തന്നെ അവർ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഊരി ചാടി പോരും. കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യമാണ് പ്രകടിപ്പിക്കുക. അതേപോലെ തന്നെ ഈ ആനക്കുട്ടികൾ എന്ത് ചെയ്തു, വലയം ഭേദിച്ചിട്ട് പുറത്തേക്ക് വന്നു. അതിനൊക്കെ വീണ്ടും വലയത്തിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി സുരക്ഷിതത്വമായിട്ട് വളരെയധികം ശ്രദ്ധയോടെ ഈ വലിയ ആന ആ കുടുംബത്തിനെ അവിടെ നിന്നും അവര് ആ റോഡ് മുറിച്ച് കടന്ന കാര്യമാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുണ്ട്, അത് കാണണം. രണ്ടാമത്തെ പാർട്ട് ഇപ്പോൾ എടുത്തു, അതും എല്ലാവരും കാണുക. ഇത് രണ്ടാമത്തെ പാർട്ട് എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മയിൽ ഇരുന്നതായിരുന്നു. അപ്പോഴാണ് എല്ലാവരും നിങ്ങളുടെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഓർത്തത് ചെയ്യാത്ത കാര്യം. അപ്പോൾ വേഗം പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ട് കാണുക, അർത്ഥങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അറിയാത്ത അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി എഴുതിയെടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേയൊക്കെ അർത്ഥങ്ങളുണ്ട്. ടെക്സ്റ്റ് ബുക്കിന് ഏറ്റവും താഴെ അങ്ങ് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് പുതിയ ശബ്ദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ തരുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത മീനിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി അത് കൂടാത്തത് ഞാൻ ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിലായിട്ട് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.